വിഷുവിന് എന്താപ്പോ സ്പെഷ്യൽ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മേലത്തുമ്മ പറയുന്നത്, മോളെ കോവയ്ക്ക് നിൽക്കുമല്ലേ, നമുക്ക് അച്ചാറാക്കാം. ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ മടിപിടിച്ചിരിക്കുമ്പോഴും വീട്ടുകാർ ഓരോ കണ്ടന്റുമായി വരും. മേലത്തുമ്മ കോവയ്ക്ക പന്തലിൽ നിന്ന് ഓരോ കോവയ്ക്ക നുള്ളിയെടുത്തു. ഒളിച്ചിരിക്കുന്ന കോവയ്ക്കയെ പോലും ഇങ്ങ് വാടാ എന്ന് പറഞ്ഞ് പറിച്ചെടുത്തു. കോവപ്പന്തലിനും പൊക്കം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പഴമയുടെ ഊന്നുകമ്പുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം. താഴെ വീഴുന്നത് പറക്കാൻ മിച്ചുക്കുട്ടനും കൂടെയുണ്ട്. ഞാൻ തന്നെ അരിഞ്ഞു തരാം എന്ന് പറഞ്ഞു മേലത്തുമ്മ കഴുകിയ കോവയ്ക്ക് ഓരോന്നായി അരിഞ്ഞു പാത്രത്തിലാക്കി. പഴുത്തതും കേടായതിനെയും മാറ്റി നിസ്സാരമായി അരിഞ്ഞു. വെളുത്തുള്ളിയും ഇഞ്ചിയും പൊളിച്ചു തന്നു. ഇനി നീ കൊണ്ടുപോയി അച്ചാറിടും. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടികല്ലിലിട്ട് ചതച്ച് മാറ്റിവെച്ചു. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായപ്പോൾ 3 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടി വന്നപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്നിളക്കി. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി മൂത്ത് വന്നപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി. എന്നിട്ട് അതിലേക്ക് പുളിപ്പിന് ആവശ്യമായ വിനെഗർ ഒഴിച്ചു. ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ഇട്ടു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് നല്ലപോലെ ഇളക്കി. ആവശ്യത്തിന് കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുത്തു. ഒന്ന് മിക്സാക്കി. എന്നിട്ടൊരു പാത്രത്തിലേക്ക് കോരി. വിഷു സ്പെഷ്യൽ കോവയ്ക്ക അച്ചാർ തയ്യാർ.